ഹായ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഫ ചിക്കനാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം ഇതിന് വേണ്ട മസാലകൾ തയ്യാറാക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, വിനീഗർ, ഓയിൽ ഇതൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെ, ഇവിടെ വിനീഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് യൂസ് ചെയ്യാവേ. ഞാനിവിടെ വിനീഗറാണ് യൂസ് ചെയ്തത്. നമുക്ക് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അതെ, അടുത്ത വീഡിയോ ഏതാ വേണ്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അതാക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാനിവിടെ കറിക്കുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് എടുക്കാവുന്നതാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ. ഇതിന് വേണ്ട വൈറ്റ് സോസ് തയ്യാറാക്കാം. നമുക്ക് വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 2 എഗ് വൈറ്റ് ആണ് വേണ്ടത്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒന്ന് കയറി കാണണേ. അതിന് ശേഷം നമുക്കിതിലോട്ട് 4 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ചീസ് സ്ലൈസും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. 2 ചീസ് സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ഓയിൽ അതിൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് ഒരിച്ചിരി ഉപ്പും ഒരിത്തിരി പഞ്ചസാരയും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. അതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതേപോലെ തിക്കിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഓയിലിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യവേ. ഞാൻ ഇവിടെ ഓയിലാണ് യൂസ് ചെയ്തത്. നമുക്ക് അതിൻ്റെ എല്ലാ ചിക്കനും ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമുക്ക് ഇതിലോട്ട് ഇട്ട് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം. വൈറ്റ് സോസ് ഒഴിച്ച് നമുക്ക് എല്ലാവിടെയും ഒന്ന് സ്പ്രെഡ് ആവണ പോലെ നമുക്കൊന്ന് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം. വൈറ്റ് സോസ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അടച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതേപോലെയാണ് നമുക്ക് ഇഫ ചിക്കൻ കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്.